മാലതിക്ക് ഇങ്ങനൊരു മാനസിക പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നേ. ലോറിനെ പിടിച്ച കേസിലെ ജഗദീഷ് അകത്ത് പോവെന്ന് അറിഞ്ഞപ്പോ മുതലാന്നാ എനിക്ക് തോന്നുന്നേ. ഒരു മനുഷ്യന്റെ മനസ്സ് താളം തെറ്റാന് അതൊക്കെ തന്നെ ധാരാളം അല്ലേ അമ്മേ? അന്ന് ആ സഹീറ വന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷം മാലതിയുടെ പെരുമാറ്റം കണ്ട് ഞാനും ഭയന്നു പോയിരുന്നു. പക്ഷേ അതും ഇവള് പറഞ്ഞു നടക്കുന്ന ഗർഭമായിട്ട് എന്തു ബന്ധമുള്ളത്? മാലതി പറയുന്നത് ഞാനും നീയും നന്ദിനിയൊക്കെ ഗർഭിണികളാണെന്നാ. ഇപ്പൊ പറയുന്നതും കുറച്ചു കഴിഞ്ഞ് എന്താ പറയുന്നതെന്നും അവക്കറിയില്ലമ്മേ. ഇപ്പൊ പറയുന്നതല്ല പിന്നീട് പറയുന്നത്. പ്രശ്നം ജഗദീഷിന്റെ കേസാണെങ്കിലും അവളുടെ മനസ്സിലുള്ളത് മുഴുവനേ ആ ഗർഭത്തെക്കുറിച്ചാ. അല്ല, അത് പല രൂപത്തിലായിരിക്കും പുറത്തേക്ക് വരുന്നത്. പാവം എന്റെ മോൻ, ഇതൊക്കെ അവൻ സഹിക്കുമാവും. തകർന്നു പോയിട്ടുണ്ടാവും എന്റെ കുട്ടി. അമ്മ കൂടി വിഷമിച്ച എങ്ങനെയമ്മേ? അവന് മാനസിക ബലം കൊടുക്കേണ്ടത് അമ്മയല്ലേ? ചികിത്സിച്ച ഭേദമാകുന്ന പ്രശ്നേ മാലതിക്കിപ്പോ ഉള്ളൂ. അമ്മ അതവനെ പറഞ്ഞ് മനസ്സിലാക്കിയ മതി. ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? അത് നന്നായി. അമ്മേ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയണമായിരുന്നു. പക്ഷേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് വിഷമിക്കാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇത് പരിഹരിക്കണം. എൻ്റെ അമ്മയോടും ചേച്ചിയോടും എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതുകൊണ്ടാ നിങ്ങളോടിപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ പറയാമെന്ന് കരുതിയത്. എനിക്ക് പറയാനുള്ളത് അമ്മയുടെ മരുമകളെ പറ്റിയാ. സാവിത്രിച്ചിക്ക് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ഏകദേശം മനസ്സിലായി കാണും. കാരണം കുറച്ചു മുൻപേ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നല്ലോ. അവക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കൂ. അവളുടെ പിച്ചും പേയൊക്കെ കേട്ട് ചേച്ചി വെറുതെ ചേച്ചിയുടെ വിലപ്പെട്ട സമയം കളയാറ്. ചേച്ചി പോയി ചേച്ചിയുടെ കാര്യം നോക്കി ചേച്ചി. അമ്മേ, പുറത്തറിഞ്ഞ വലിയ നാണക്കേടാവും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്നോണ്ടായിരിക്കും ഇതൊന്നും നിങ്ങളോട് നേരിട്ട് പറയാഞ്ഞത്. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും ഉറപ്പിച്ചിട്ട് പറയാമെന്ന് കരുതിയാ ഞാൻ കാത്തിരുന്നത്. എന്റെ സംശയം ശരിയായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. ഞാനത് അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ നീ വന്നത്.